ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ ബാക്കി വന്ന ദോശമാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, എന്നാൽ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സവാളയും 2 പച്ചമുളകും അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ അവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം കേട്ടോ. ഇവിടെ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഈ 2 എണ്ണം മാത്രം എടുത്തത്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കുനുകുനാ നമുക്ക് അരിഞ്ഞെടുക്കാം. ദോശമാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് കേട്ടോ, ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെള്ളം എടുത്ത് വെച്ചാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഉപ്പ് ചേർക്കാത്ത മാവായതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നേരത്തെ ഉപ്പിട്ട മാവാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും നല്ല മൊരുമൊരാന്ന് ഇരുന്നോളും. ഇത് ഓൾറെഡി പുളിപ്പിച്ച മാവായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. സോഡാപ്പൊടിയൊന്നും ഇടാതെ തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പൊങ്ങി വരും കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ വട വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് വീതമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചു കേട്ടോ. കൂട്ടി വെക്കരുത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ വശം മൊരിയുന്നതനുസരിച്ച് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഗോൾഡൻ കളറിൽ ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഓരോ വടയും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിച്ചിടരുത്. ഒന്നിച്ചിടുമ്പോൾ ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നിച്ചിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഞാൻ വറുത്തിട്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അടുത്തതും കൂടെ കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ദോശമാവ് ബാക്കി വന്നാൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ചിലപ്പോൾ കുറച്ച് പുളിയൊക്കെ ആണെങ്കിൽ കഴിക്കാനൊരു മടിയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരിക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.